ഭാവത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിനെ നമ്മൾ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല. സർക്കാരിനെ തിരുത്താൻ നോക്കുക, സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? നിങ്ങൾ 6-ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ടാകുമ്പോൾ സർക്കാരുമായി ഒരു വെല്ലുവിളിക്ക് നിങ്ങൾ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നത് ആലോചിക്കണം. അതായത് ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? എന്താണ് അതിൻ്റെ കാര്യമെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഒരു സർക്കാരിനെതിരെ ഒരാൾ കേസ് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, 6-ാം ഭാവത്തിൽ സൂര്യനുണ്ടെങ്കിൽ. പക്ഷെ എന്തിനു വേണ്ടിയാണ് ആ കേസ് കൊടുക്കുന്നത്? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാണോ? ഒരുപാട് ആൾക്കാരുടെ കിടപ്പാടം പോകുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാനാണോ? അപ്പോൾ ആ ഉദ്ദേശ്യം എന്താണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് 6-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ. ഒരു വലിയ ഉദ്ദേശ്യം, 6-ാം ഭാവത്തിൽ സൂര്യൻ എന്ന് പറയുമ്പോൾ വളരെയധികം രാജകൊട്ടാരത്തിലെ ഒരു പ്രധാനിയെ പോലെയാണ്. 6-ാം ഭാവത്തിലെ സൂര്യൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയെ പോലെയാണ്. അപ്പോൾ ഇത്തരം ആൾക്കാർ എന്തെങ്കിലും കാര്യത്തിൽ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ബേസ് ഉണ്ടാകണം. ഒരു പ്രദേശത്തെ ജലസ്രോതസ് മുഴുവൻ വറ്റിച്ചു കളയുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ശരിയല്ല എന്ന് ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുകയാണോ? അതല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല